റിപ്പോർട്ടർ ബ്രേക്കിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗിക അതിക്രമ കേസിൽ കൂടുതൽ വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന്. രാഹുലിന്റെ ടെലിഗ്രാം ചാറ്റുകളും ശബ്ദരേഖകളുമാണ് അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുന്നത്. കേസിൽ മൊഴി രേഖപ്പെടുത്തൽ വേഗത്തിലാക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. രാഹുലിന്റെ അശ്ലീല സന്ദേശം ലഭിച്ച സിനിമാ നടിയുടെ മൊഴിയും രേഖപ്പെടുത്തി. റോഷി പാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, ഗുഡ് മോർണിംഗ്. ചുരുക്കത്തിൽ രാഹുലുമായി ബന്ധപ്പെട്ട വാട്സപ്പ് ചാറ്റുകൾ മാത്രമല്ല, ടെലിഗ്രാം ചാറ്റുകളും ഇപ്പോൾ വീണ്ടെടുത്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. അത്യന്തം ഗുരുതരമായ കാര്യങ്ങളുള്ളതിൽ നമ്മൾ പുറത്തുവിട്ട ശബ്ദരേഖ അടക്കമുണ്ട്. അതൊന്നും ശബ്ദരേഖയല്ല എന്നുള്ളത് ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. ക്രൈംബ്രാഞ്ചിന് ഈ രേഖകളെല്ലാം കിട്ടി. അന്വേഷണം കൂടുതൽ വേഗത്തിലാക്കുകയാണ്. മൊഴിയെടുപ്പൊക്കെ ഇനി കൂടുതൽ വേഗത്തിലാക്കും. ഈ അശ്ലീല സന്ദേശം അയച്ച നടിയുടെ മൊഴിയും രേഖപ്പെടുത്തി കഴിഞ്ഞു. രാഹുലിന് കുരുക്ക് മുറുകുകയാണോ റോഷി? അരുൺകുമാർ, ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട ഇരകൾക്ക് അയച്ച സന്ദേശങ്ങൾ, ഇരകളുമായി നടത്തിയ ചില പ്രധാനപ്പെട്ട സംഭാഷണങ്ങൾ, അതടക്കമാണ് ഇപ്പോൾ അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുന്നത്. അത് റിപ്പോർട്ടർ പുറത്തുവിട്ട ഈ തെളിവുകൾക്ക് പുറമെ മറ്റു ചില സുപ്രധാന തെളിവുകൾ കൂടി ലഭിച്ചിട്ടുണ്ട്. അത് പരാതി നൽകിയവരും മറ്റ് മൊഴി നൽകിയവരുമൊക്കെ ചില കാര്യങ്ങൾ കൈമാറിയിട്ടുണ്ട്. അത് ഏതായാലും അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞു. ഇതിനൊപ്പം തന്നെ ടെലിഫോൺ രേഖകളടക്കം നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു. ഇനി ഏറ്റവും പ്രധാനമാകുന്നത് പരാതിക്കാരുടെ മൊഴി പൂർത്തിയാക്കുക എന്നാണ്. മൊഴിയെടുപ്പ് നിലവിൽ 11 പേരാണ് പരാതി നൽകിയത്. അതിൽ 9 പേരുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. അതിനൊപ്പം ഒരു മാധ്യമപ്രവർത്തക ഇതിൽ ഒരു ഇരയുമായി സംസാരിച്ചിരുന്നു. ഗർഭചിത്രത്തിന് വിധേയമായ ആ പെൺകുട്ടിയുമായി സംസാരിച്ച മാധ്യമപ്രവർത്തകരുടെ മൊഴിയും രേഖപ്പെടുത്തി കഴിഞ്ഞു. യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തി. ആ യുവനടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അശ്ലീല സന്ദേശം അയച്ചു വന്നതാണ്. ആ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. അവന്തികയാണ് മൊഴി നൽകാത്തത്. പിന്നീട് ഗർഭചിത്രത്തിനിരയായ 2 യുവതികളുണ്ട്. അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്താനുള്ള ശ്രമമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുള്ളത്. ഇനി അന്വേഷണ സംഘത്തിന്റെ നീക്കം അത് നിർണായകമാണ്. പ്രത്യേകിച്ച് ഗർഭചിത്രത്തിനിരയായ പെൺകുട്ടികളുടെ മൊഴി അതീവ സുപ്രധാനമാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം തെളിവുകൾ ഏതാണ്ട് ശേഖരിച്ചു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ ഗർഭചിത്രത്തിന് വേണ്ടി ഭീഷണിപ്പെടുത്തുകയും ഒപ്പം ആക്രോശിച്ചുകൊണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ശബ്ദ സംഭാഷണങ്ങൾ അത് റിപ്പോർട്ടർ തന്നെ പുറത്തുവിട്ടതാണ്. അതിനൊപ്പം ചില പ്രധാനപ്പെട്ട മെഡിക്കൽ രേഖകളും അന്വേഷണ സംഘം ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട്. ഒരു യുവതിയെ ബംഗളൂരുവിൽ വെച്ചാണ് ഗർഭചിത്രത്തിന് വിധേയമാക്കിയെന്ന് പറയുന്നു. മറ്റൊരു പെൺകുട്ടിക്ക് മരുന്ന് നൽകി ഗർഭചിത്രത്തിന് വിധേയമാക്കുകയായിരുന്നു. ആ പെൺകുട്ടി പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളടക്കം അന്വേഷണ സംഘം ശേഖരിച്ചു. IG സ്പർജൻ കുമാറിന്റെ മേൽനോട്ടത്തിൽ DYSP ഷാജിയാണ് അന്വേഷണം നടത്തുന്നത്. ഓക്കെ, താങ്ക് യു. റോഷിയാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിർണായകമായ ചില തെളിവുകൾ കൂടി ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു എന്നാണ് റോഷി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്.